Hello, welcome to Market Discussion of the Day. Today, April 23rd, 2026, Wednesday, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്കറിയാം ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് മാർക്കറ്റ് ഡിസ്കഷൻ ഇടുന്നത്. ഇപ്പോൾ ഇവിടെ 2:15 മണിയായി ഇന്ത്യയിൽ. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എനിക്ക് വളരെ അർജൻറ്റായിട്ട് എനിക്കിന്ന് കൊച്ചിയിലോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അത് കാരണം രാവിലെ തൊട്ട് ട്രാവലിംഗ് ആയിരുന്നു. ഇപ്പം കൊച്ചി റീച്ച് ആയതേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് എനിക്ക് ലേറ്റ് ആയത്. സോ എന്നിരുന്നാലും നമുക്ക് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നോക്കി പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച പുതിയ ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് നമ്മൾ ഇന്നലെ നമ്മുടെ സീസ് ഫയർ എക്സ്റ്റൻഷനെ കുറിച്ചൊക്കെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ തെഹ്റാൻ മെയിൻറ്റെയിൻസ് കൺട്രോൾ ഓവർ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇറാനിയൻ ഫോഴ്സ്. ഓക്കെ, സോ അതേപോലെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ ഫോഴ്സ് കൊമേഴ്ഷ്യൽ വെസൽസിന് ഫയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ അതിലൂടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു. ഓക്കെ, ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസിന് അത് അഫക്റ്റ് ചെയ്യുന്നുമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ബേസിക്കലി ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് കുറയുക അങ്ങനൊരു എക്കണോമിക്സ് ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടിട്ടാണ് ഗോൾഡിൻ്റെ എന്താ പറയുക റേറ്റ് കുറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എന്താ പറയുക ഫെഡ് റിസർവ് പൊളിറ്റിക്സ് ന്യൂസ് പ്രകാരം നമ്മളുടെ കെവിൻ വാർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നോമിനി ആക്കിയിട്ടുള്ള പുതിയ ഫെഡ് ചെയർ ആണ്. ഓക്കെ, സോ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ വാട്ട് സിഗ്നൽ ദാറ്റ് ഹി ഹാസ് മെയ്ഡ് നോ കമ്മിറ്റ്മെൻറ്റ്സ് ടു കട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ പറയുക കട്ടാക്കാൻ അവിടെയും പോസിബിലിറ്റി വരാത്തൊരു കമൻറ്റാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നത്. അതും ഗോൾഡിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതൊക്കെ കൊണ്ടിട്ട് തന്നെ ഇന്നലെ ആക്ച്വലി ഇന്നലെ US സെഷൻ വരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4750 മുകളിൽ തന്നെയായിരുന്നു മാർക്കറ്റ്. ഓക്കെ, ഞാൻ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ ശേഷം 4750 മുകളിൽ നിന്ന് ഓൾമോസ്റ്റ് 4765 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ US സെഷന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സോ ഫണ്ടമെൻ്റൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു സമയം ആയതുകൊണ്ടിട്ടാണ് ആക്ച്വലി എന്ത് പറഞ്ഞത് ഗോൾഡിൻ്റെ റേറ്റ് US സെഷന് മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ബേസിക്കലി US സെഷനകത്ത് ഇങ്ങനത്തുള്ള ന്യൂസുകൾ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ 4750 അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് പോസിബിലിറ്റി ഉള്ളത് കേട്ടോ. സോ അപ്പം US സെഷന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ടെക്നിക്കൽസ് അവിടെ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങൾ കൂടെയാണ് അല്ലേ. സോ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ലെങ്കിലും GBP 2 മണിക്ക് ഫ്ലാഷ് മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്, ഫ്ലാഷ് സർവീസ് PMI ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക വൈകുന്നേരം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരുന്നുണ്ട്. സോ US 6 മണിക്കാണ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരുന്നത്. അത് അത്യാവശ്യം ഒരു മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു ന്യൂസ് കൂടിയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് ആണ്. സോ ഇതിൻ്റെ റെഗുലേഷൻസ് എല്ലാം നോക്കുക. UAE ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ ഉള്ള മേജർ റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക $100,000 വരെ നമ്മുടെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഡെപ്പോസിറ്റ് ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കമ്പനി പ്രൊഫൈലിൽ പോയി നോക്കാൻ പറ്റും. അതിൻ്റെ കൂടെ സ്പോൺസർഷിപ്പ് നോക്കാൻ പറ്റും. NBA സ്പോൺസേഴ്സാണ്. കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെപ്പോസിറ്റ് ബോണസും അവർ തരുന്നുണ്ട്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 50+20 എന്ന് പറഞ്ഞാൽ 50
നമ്മൾ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡെപ്പോസിറ്റ് 50%, ടോട്ടൽ എത്രയാണ് ഡെപ്പോസിറ്റ് 20% ബോണസ് തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ 100% ബോണസും ആദ്യത്തെ ഡെപ്പോസിറ്റിനും ബാക്കിയുള്ളതും 20% ബോണസും കമ്പനി തരുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ടേറ്റിൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എനിക്ക് ലിങ്ക് ഉണ്ടാവും, അത് ത്രൂ നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് വരുമ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഞാനിത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് നമ്മളുടെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ ഇടുന്നത്. അതിനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ എനിക്ക് വളരെ അർജൻറ്റായിട്ട് രാവിലെ കൊച്ചിയിലോട്ട് വരേണ്ടി വന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ലേറ്റായി പോയത്. നാളെ മുതൽ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾഡിലോട്ട് വരാം. 4704 നിൽക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത് 4668 ടു 4680 അവിടെ സപ്പോർട്ട് ചെയ്യുകയും 734 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 4785 ഒരു മേജർ റെസിസ്റ്റൻസുമായിട്ട് ഇന്നത്തെ ദിവസം ആക്ട് ചെയ്യും. ഓക്കെ, സോ ഒരു ഷോർട്ടർ ടേം നമ്മൾ പറയുകയാണെങ്കിൽ 4680 ടു 4730 US സെഷൻ വരെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ചിലപ്പോൾ 4668 ടു 4785 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 4734 അവിടെ നിന്ന് 34 ടു 40 ആ റേഞ്ചിൻ്റെ അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 4700 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഉറപ്പായിട്ടും അവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു ബൗൺസ് ബാക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടല്ല, ഇതൊരു ഇമ്മീഡിയറ്റ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ US സെഷന് മുന്നേ ആയിട്ട് മാറി നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എടുത്ത് മാറുമെങ്കിൽ 4700 നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ലോങ്ങർ ടേമിലോട്ട് നമ്മുടെ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഒക്കെ ഇരിക്കുന്നത് 4600 എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലാണ്. അവിടുന്ന് നമുക്ക് നല്ല ലോങ്ങർ ടേമിലോട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോകാം. GBP USDയിലോട്ട് പോകുമ്പോൾ നമുക്ക് 1.35064 നിൽക്കുന്നു. ബേസിക്കലി GBP പോസിറ്റീവാണ്, ബുള്ളിഷാണ്. ഓക്കെ, സോ ഇന്നലെ CPIയുടെ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു GBP, അതും പോസിറ്റീവായിട്ടാണ് GBPയിൽ വന്നത്. സോ 1.3500 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇടയ്ക്ക് 1-2 ക്യാൻഡിലൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു. സോ 1.3500 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് നമുക്ക് GBPയിൽ നിന്ന് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അടുത്തൊരു 4 hour ക്യാൻഡിലും 1.3500 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ 1.3500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ USD JPYയിലോട്ട് വരാം. USD JPY ബുള്ളിഷാണ് മാർക്കറ്റ്. ഓക്കെ, സോ 159.69 നിൽക്കുന്നു മാർക്കറ്റ്. സോ ബേസിക്കലി നമുക്ക് 159 റേഞ്ചിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. 159 ഇന്നത്തെ ദിവസം US സെഷന് മുന്നേ ആയിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. നാളെ രാവിലെയൊക്കെ 159 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇമീഡിയറ്റ് ആയിട്ട് 159.4 ലെവലിലോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 158.80 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്യുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യവുമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USDയിലോട്ട് വരാം. EUR USDയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി 1.1693 നിൽക്കുന്നു. സോ ബേസിക്കലി നമുക്കൊരു ബ്രേക്ക് ഡൗൺ ആയി 1.1695 താഴെയായിട്ട് മാർക്കറ്റ് പോയാൽ, ഓക്കെ, സോ അതൊരു 1.1695 എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സപ്പോർട്ടാണ്. സോ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് 1.1690 എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്ത് താഴെയായിട്ട് ഒരു 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. സോ അതിന് താഴെയായിട്ട് നമ്മൾ 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തൊരു 4 hour ക്യാൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ താഴെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്താലും നമുക്കൊരു ഇനിഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്കൊരു 1.1650 ആൻഡ് ഇവൻച്വലി ഒരു 1.1600 വരെയൊക്കെ മാർക്കറ്റ് റീച്ച് ആവും എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു എക്സ്പെക്റ്റേഷൻ. സോ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബൈ ഓപ്പർച്യൂണിറ്റി 1.1730 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അവിടെ നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് യൂറോയിൽ നിന്ന് മാറി നിൽക്കുക. സോ ഇപ്പോൾ ഈ ഒരു സമയം നമുക്കൊന്നും അറിയാത്തൊരു സമയമാണ്. ഈ ഒരു
പ്രൈസിൻ്റെ മുകളിലോ താഴെയോ വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റാണ്. സോ ഇനിയുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ, 4-5 മണിക്കൂറേ ഉള്ളൂ. സോ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്ത് പോവുക. ഓക്കെ, ഇന്ന് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡിസ്കഷൻ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. ഞാൻ അവർക്കെല്ലാം ഞാൻ ഡ്രൈവിങ്ങിലായതുകൊണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അവർ എയിം ഈസ് ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.